വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തൊരു ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അരികൊക്കെ നല്ല ക്രിസ്പും സെന്ററിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈസി വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് അരിപ്പൊടിയും വെള്ളം കൂടി ചേർത്ത് കട്ടില്ലാതെ മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിപ്പൊടി, തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൽ തേങ്ങക്ക് പകരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത മാവ് ഒരു ബോളിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി കിട്ടും കേട്ടോ. ഞാൻ ഈ വെള്ളപ്പം ചുട്ടെടുക്കുന്നത് ഈ ഒരു കാസ്റ്റ് അയണിന്റെ അപ്പച്ചട്ടിയിലാണ്. എത്നിക് പോട്ട്സ് ആൻഡ് പാൻസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. നല്ല സ്മൂത്ത് ഫിനിഷിംഗിൽ പ്രീ സീസൺ ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളപ്പം ചുട്ടെടുക്കാം. പിന്നെ കാസ്റ്റ് അയണിന്റെ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആണ് കേട്ടോ. പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ തലമുറകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മളെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് മാവ് ഒഴിച്ച് വെള്ളപ്പം ചുട്ടെടുക്കാം. ഇൻഗ്രീഡിയൻസ് മെഷർമെന്റ്സ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ.